Good morning, everyone. Good morning. Good morning. Good morning, sir. Good morning. Good morning. Good morning, sir. Good morning. Good morning. Good morning, sir. Ashok. हाँ. ആഹാഹാ. ഇതാണോ സീതയുടെ പ്രപഞ്ചം? ഈ ചെറ്റക്കുടലീന്ന് ദേശായി കുടുംബത്തിലേക്ക് കടക്കാനാ ഉദ്ദേശം. സീതാമാതേ, നിന്റെ കൊട്ടാരം എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ. എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ സീതയുടെ വീട്? സ്ട്രെയിറ്റ് പോട്ട് ലെഫ്റ്റ്. ഗൗരി, ഏതോ വലിയ വീട്ടിലെയാ. എന്തിനായിരിക്കും സീതയെ അന്വേഷിച്ചു വന്നത്? എന്തോ എനിക്കറിയില്ല. ഇന്നലെ എന്തായിരുന്നു വരാത്തത്? എന്താ എമർജൻസിന്ന് എന്നോടൊന്ന് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചാലോ? ഷെയർ ചെയ്യൂ. ഇപ്പൊ ഞാനെങ്ങനെ ചോദിക്കാം? ലഞ്ച് ടൈമിൽ ചോദിക്കാം. താൻ പറഞ്ഞ സ്ഥലത്ത് വന്നിരുന്നു. ഒരുപാട് ലേറ്റായി പോയി. തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഐ ആം സോ സോറി. ഷോ, പാവമുണ്ട്. ഇന്നലെ നീ വന്നിരുന്നോ? എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായാലും എന്താണെന്ന് എന്നോടും പറ. നിന്റെ കഷ്ടങ്ങളില് എനിക്കും പങ്കുണ്ട്. ആ കാര്യം നീ മറക്കരുത്. വഴക്കുണ്ടാക്കുന്ന പെണ്ണായിരിക്കില്ല, നിന്നെ മനസ്സിലാക്കുന്ന പാർട്ട്ണറായിരിക്കും. ഫ്രീ ആകുമ്പോ ഒന്ന് പറയണേ. വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ 2 വാക്കെങ്കിലും ഒന്ന് പറ. അയാളോട് തുറന്നു പറഞ്ഞാലോ? സമയം എന്തായിരുന്നു ഇങ്ങനെ പോകുന്നേ? ഒന്ന് പതുക്കെ ഓടണ്ട വാച്ചേ. ആ, എന്താ ചെയ്യാ? ഇരുപത്തിനാല് മണിക്കൂർ സമയം തരും. ഞാൻ നേരിട്ട് സീതയുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കും. എന്റെ മുത്തശ്ശ വല്ലാത്തൊരു ടൈം ബോംബാണല്ലോ സെറ്റ് ചെയ്ത് തന്നേക്കുന്നേ.
ചെയ്യാനുള്ളത് എന്താണെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ ചെയ്തോ. നിനക്കിനി അത്രേ സമയമുള്ളൂ. സാറേ, സാറിന് ബെയിലെടുത്ത് തരാൻ വേണ്ടി ഞങ്ങൾ പൈസയൊക്കെ ശരിയാക്കിയായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ വെള്ളത്തിൽ കൊണ്ട് കളഞ്ഞ പോലായില്ലേ. ഞങ്ങൾക്ക് അതിലിപ്പോ ശരിക്കും വിഷമമുണ്ട്. എന്നാലും നിങ്ങൾ പുറത്തിറങ്ങിയില്ലേ സാർ, അതാണ് ഞങ്ങളുടെ സന്തോഷം. അത് ആലോചിക്കുമ്പോ ഈ വിഷമമൊന്നും ഒരു പ്രശ്നമേ അല്ല കേട്ടോ. നിർത്തുന്നുണ്ടോ ഈ നാടകം? ഞാൻ നിങ്ങളെ വിളിച്ചത് ഈ രുദ്രപ്രതാപ് തിരിച്ചു വന്നിട്ടുണ്ട്, സീത കെയർഫുൾ എന്ന് പറയാനാ. വേഗം പോയി അവളെ ഒന്ന് അറിയിച്ചേക്ക്. സാറിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും സാറേ, ഒന്നും ആലോചിച്ച് വിഷമിക്കാതെ. അതിന്റെ ഒരു ആവശ്യമില്ല. എന്നാലും സാർ, നിങ്ങൾ ഇത്രയും പെട്ടെന്ന് പുറത്തിറങ്ങിയില്ലേ? നിങ്ങൾക്ക് ബെയിലെടുത്തതെന്ന് ആരാ സാറേ? അത് നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. ചോദിക്കാനുള്ള യോഗ്യത നിനക്കുമില്ല. ഔട്ട്. ശരി സാർ. എന്താ വരാ സാർ. ആരാ നിങ്ങള്? ആരെ കാണാൻ വന്നതാ? സീതയുടെ വീട് അതാ. ഓ, ഇതാണോ ഞങ്ങളുടെ അപ്പു വാങ്ങിയ സ്ഥലം? അപ്പു വാങ്ങിയതോ? ശ്രീരാം ദേശായി, അവനെന്റെ മകനാ. ഒരു പ്രോപ്പർട്ടി വാങ്ങിയിരുന്നു. അതേതാണെന്നൊന്ന് നോക്കാൻ വന്നതാ ഞാൻ. ഏയ് സരള, നീ കേട്ടോടി, സീതയുടെ വീട് വാങ്ങിയത് റാമാണെന്ന്. എന്നിട്ട് സീത അതൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ റാമിന്റെ അമ്മയാണോ? വരൂ വരൂ. സീത വീട്ടിലില്ല, തൽക്കാലം ഞങ്ങളുടെ വീട്ടിലിരിക്കാം. അത് സാരമില്ല, ഞാൻ പ്രോപ്പർട്ടി ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അകത്തേക്ക് വരൂന്നേ. ഇറ്റ്സ് ഓക്കെ അമ്മ, കുഴപ്പമില്ല. എന്നാ എവിടെയെങ്കിലും ഇരിക്കേ, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവരാം. ഇല്ലമ്മേ, വേണ്ട. സ്ഥലം ഒന്ന് കാണണമെന്ന് തോന്നി, അതാ ഇങ്ങോട്ട് വന്നത്. ഈ വീട് ആരോ വാങ്ങിയിട്ടുണ്ടെന്നൊരു വാർത്ത വന്നിരുന്നു. പക്ഷേ റാമാണ് വാങ്ങിയതെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഓ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വാർത്തയാവാറുണ്ടോ? നിങ്ങളുടെ മകൻ കണ്ട ചെറിയ കുട്ടിയാ, പക്ഷേ ഈ വീട് വാങ്ങിയതുകൊണ്ട് സീതയ്ക്ക് വലിയ സഹായ ചെയ്തത്. ഇല്ലായിരുന്നെങ്കിൽ സീതയ്ക്ക് ഈ വീടിന്റെ ലോൺ അടയ്ക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നേനെ. ശരിക്കും നിങ്ങളുടെ മകന് വലിയ മനസ്സാ, നല്ല പയ്യനാ. ഞാൻ പറഞ്ഞില്ലേ, റാമിന് സീതയ്ക്കിടയിൽ എന്തോ ഉണ്ടെന്ന്. അതുകൊണ്ട് അവൻ വാങ്ങിയത്. എനിക്കും അതാ തോന്നുന്നേ. സീത ഇതൊക്കെ മറച്ചു വെച്ചതായിരിക്കും. സീത ഓഫീസിൽ പോയതായിരിക്കും അല്ലേ? അവള് വരാൻ കുറച്ച് ലേറ്റ് ആവും. ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട്, വരൂ കഴിച്ചിട്ട് പോവാം. അയ്യവ രാമാ, നിന്റെ പേരൊന്ന് പറഞ്ഞാ മതിയല്ലോ. ഇവിടുത്തെ ആളുകള് ഭക്ഷണം തരാൻ പോലും റെഡിയാ. അത്ര നല്ല അഭിപ്രായമാണല്ലേ. ഇനിയും എന്തൊക്കെ ചെയ്തു കാണുമോ എന്തോ. വേണ്ടമ്മേ, നിങ്ങളോട് സംസാരിച്ചപ്പോ തന്നെ വയറ് നിറഞ്ഞു. എന്റെ പ്രോപ്പർട്ടി വാങ്ങിയതാണല്ലോ, അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോവേണ്ടി വരും. അടുത്ത തവണയാവാം. ഇരുന്നോളൂ, ഞാൻ കുങ്കുമം കൊണ്ടുവരാം. നിങ്ങള് വളരെ വലിയ ആളാട്ടോ. അതിൻ്റെയൊക്കെ മുകളില് റാമിനെ വളരെ നന്നായിട്ട് വളർത്തിയിട്ടുണ്ട്. ഞാൻ അവനെ കാണുമ്പോഴൊക്കെ ഇവനെ പെറ്റ അമ്മ ആരായിരിക്കുമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇന്ന് നിങ്ങളെ കണ്ടല്ലോ, ഒരുപാട് സന്തോഷായി. ഏയ് വാണി, നീ ചത്ത് ഞാൻ അവനെ വളർത്തിയിട്ടും അവൻ ഇപ്പോഴും ഉള്ളത് നിന്റെ ഗുണങ്ങളാ. എന്റെ കർമ്മം. ഞാനിതൊക്കെ കേൾക്കണമല്ലോ. ശരിയമ്മ, എന്നാ ഞാൻ ഇറങ്ങട്ടെ.
സീത വന്നാ ഞാൻ അവളെ ചോദിച്ചു എന്ന് പ്രത്യേകം പറയണം അവളോട്. ഉറപ്പായിട്ടും പറയാം. എനിക്ക് തന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിക്ക്. നാളെ ഫ്രീ ആകുമോ? ടൈം ഉണ്ടാവുമോ? ടൈം ഇല്ലാത്ത ആൾക്കാരുണ്ടാവോ? പക്ഷെ ആർക്കാ എന്തിനാന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കറക്റ്റ്. അത് നാളെ എനിക്ക് വേണ്ടി ഒന്ന് ഫ്രീ ആകാൻ പറ്റുമോ? ഐ മീൻ, തനിക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് പുറത്ത് മീറ്റ് ചെയ്യാം. മീറ്റ് ചെയ്യണോന്നോ? റാം, ഞാൻ ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടല്ലോ. കാര്യം എന്താന്ന് പറ. റാം, പറയ്. അത് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. നാളെ എന്തായാലും എന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ നീയും ഫ്രീ ആണ്, ഞാനും ഫ്രീ ആണ്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞൂടെ ഇപ്പോ? അത് ആക്ച്വലി ഇങ്ങനെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനും ഇപ്പം വെറും കൈയോടെയല്ലേ വന്നിരിക്കുന്നത്. വെറും കൈയോടെ വന്നാ എന്താ കുഴപ്പം? ശരിയാണല്ലോ. അത് റാം, നീ എന്തിനിങ്ങനെ പരിയും കളിക്കുന്നേ? നീ കാര്യം എന്താണെന്നൊന്ന് ക്ലിയർ ആക്കി പറയ്. അത് ഇവിടെ നിന്ന് പറഞ്ഞാൽ എന്തായാലും ശരിയാവില്ല. നാളെ ഞാൻ പുറത്ത് വെച്ച് കാണാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞോളാം. ഓക്കെ, ബൈ 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 ബൈ. റാം, എന്താ ഇവന് പറ്റിയത്? കം ഓൺ ബോയ്സ്. ഇതാ ഉണ്ടായത്. അതാ ഞാൻ വരാൻ ലേറ്റ് ആയത്. ഐ എം സോറി. വെറുതെ പോസ്റ്റാക്കി. അയ്യോ, അതിനൊക്കെ എന്തിനാ സോറി പറയുന്നേ? അത് കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാവും. അവനെ അറ്റാക്ക് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിച്ചോ? ഇതുവരെ ആരെയും കിട്ടിയിട്ടില്ല. റാം പറയുന്നത് ആരെങ്കിലും മോഷ്ടിക്കാൻ വന്നതായിരിക്കും എന്നൊക്കെയാ. വല്ലാതെ സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്നൊക്കെ എന്നോട് പറഞ്ഞതാ. പക്ഷെ എനിക്കൊരു സമാധാനമില്ല. തൽക്കാലം പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം പകുതിയായുള്ളൂ. ഓക്കെ, നിങ്ങൾ പറയ്. ഞാനെന്ത് പറയാനാ? എന്നെ കുറിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. തന്റെ സ്വപ്നത്തിലെ രാജകുമാരൻ ഞാനല്ല. അതെ, നീ എന്റെ സ്വപ്നത്തിലെ രാജകുമാരനല്ലേ അല്ല. ഞാൻ സ്വപ്നം കണ്ടതിനേക്കാളും നല്ല ഒരാളെ എനിക്ക് കിട്ടിയത്. അതെ, എനിക്കൊരു അനിയത്തിയുണ്ട്. ഈ കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അയ്യോ, അനിയത്തിയല്ലേ? ഗേൾ ഫ്രണ്ട് ഒന്നും അല്ലല്ലോ. ഉണ്ടായിക്കോട്ടെ, എന്നെ ഒന്ന് പരിചയപ്പെടുത്ത്. ഞാൻ അവളെ ഫ്രണ്ട് ആക്കിക്കോളാം. അപ്പൊ എനിക്കൊരു കമ്പനി ആവുമല്ലോ. അല്ല, ഫ്രണ്ടാക്കുന്നതിന്റെ കുഴപ്പമില്ല. പിന്നെ നിന്റെ അനിയത്തി കൂടി ഓക്കെ പറയണോ? ഓക്കെ, അവളെ ഓക്കെ ആക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറ. എന്ത് ചെയ്യാനും ഞാൻ റെഡിയാ. അങ്ങനെയല്ല, അവൾക്ക് ഞാനെല്ലാം റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. അതുകൊണ്ട് പറഞ്ഞതാ. അത്രേ ഉള്ളോ? റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആൾക്കാരുണ്ടോ? നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്നോടും കൂടെ ഷെയർ ചെയ്യുക. ലവ് എന്ന് വെച്ചാ വെറും സന്തോഷവും പാനിപ്പൂരിയും പിസയും ഷെയർ ചെയ്യുന്നതല്ലോ. എല്ലാ വേദനകളിലും കൂടെ ഉണ്ടാവുന്നതല്ലേ. നീ പങ്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനത് എടുത്തോളാം. നിന്റെ റെസ്പോൺസിബിലിറ്റിയും വേദനയും സങ്കടവും ഒന്നും നിന്റെ മാത്രമല്ല. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. താനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ?
എന്നെ വിട്ട് ദൂരേക്കെങ്ങും പോകരുത്. തന്നെ കാണുമ്പോഴൊക്കെ താൻ എൻ്റേതാണെന്ന് തോന്നിയിരുന്നു. പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. എപ്പോഴും എൻ്റെ കൂടെ വേണം. ഇഷ്ടപ്പെട്ടു പോയില്ലേ? വിടുന്ന പ്രശ്നമില്ല. ഐ ലവ് യു സോ മച്ച്. ഐ ലവ് യു ടു. മുത്തശ്ശി, നമ്മുടെ വീട് വാങ്ങിയത് എന്റെ ഫ്രണ്ട് ആണെന്നാണോ പറയുന്നത്? അതേ മോളെ, അവനാണ് ഇനി ഈ വീടിന്റെ ഓണർ. വാവ്, അപ്പൊ ഇല്ലേ മുത്തശ്ശി? അപ്പൊ അത് എന്റെ ഫ്രണ്ടിന്റെ വീടാണോ അതോ ഞങ്ങളുടെ വീടാണോ? അതെങ്ങനെ ശരിയാവും മുത്തശ്ശി? ഓ, ഇനി മുതൽ അപ്പോ ഫ്രണ്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടാവോ? എനിക്കറിയില്ല. ശ്രേയസ്, നീ ഇത് കേട്ടോ? കഴിച്ചിട്ട് പോ. സീതമ്മ, നമ്മുടെ ഫ്രണ്ട് എന്റെ വീട് വാങ്ങിയത്രേ. അമ്മ ഇവളെന്തായി പറയുന്നേ? റാമാണ് ഈ വീട് വാങ്ങിയെന്നോ? അമ്മേ, നിങ്ങളോട് ആരാ ഇതൊക്കെ പറയുന്നേ? റാം അല്ല വാങ്ങിയത്, സുഹാസ് അല്ലേ വാങ്ങിയത്. അയ്യോ സീത, നിനക്കറിയാഞ്ഞിട്ടാ. റാമാണ് ഈ വീട് വാങ്ങിച്ചത്. ഇന്ന് അവന്റെ അമ്മ ഇവിടെ വന്നിരുന്നു. അവരാ പറഞ്ഞത് റാം ഒരു വീട് വാങ്ങിച്ചിട്ടുണ്ട്, അത് നോക്കാൻ വന്നതാണെന്ന്. അവര് പറയുകയും ചെയ്തു സീത വന്ന അവര് വന്നിട്ട് പോയ കാര്യം പറയണെന്ന്. റാമിന്റെ അമ്മയോ? നിനക്ക് വിഷമാവണ്ടെന്ന് കരുതി അവൻ നിന്നോട് പറഞ്ഞില്ല. നിന്നോട് പറയാതെ അവൻ ഈ വീട് വാങ്ങിയില്ലേ? എത്ര വലിയ മനസ്സാവന്റെ, എത്ര നല്ല കുട്ടിയാ. അവന്റെ അമ്മ വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങള് വിശ്വസിക്കില്ലായിരുന്നു സീത. എന്റെ വീടിന്റെ ഓണർ എന്റെ ഫ്രണ്ട് ആണെന്ന്. ആണോ? എന്റെ അമ്മ ചോദിച്ചിരുന്നു രാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതെന്ന്. എനിക്ക് ഇപ്പോഴാ അത് മനസ്സിലായത്. കാരണം റാമല്ലേ നിന്റെ വീടിന്റെ ഓണർ, ശരിയല്ലേ? യെസ്. എടാ, ഈ പ്രൊജക്ട്സിന്റെ കാര്യം നിനക്കറിയില്ലേ? അത് നമ്മുടെ ക്ലയൻസിന് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ പ്രണയത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാ. നിന്റെ പ്രപ്പോസൽ നീ ഏത് രീതിയിലാണോ പ്രസന്റ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്ക് തോന്നുന്നില്ല. സീതയുടെ മനസ്സിൽ എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവളായിട്ട് സമ്മതിക്കില്ലേ? അല്ലാതെ ഞാൻ പ്രപ്പോസ് ചെയ്തെന്നത് കണ്ട് അവള് സമ്മതിക്കില്ല. ആകട്ടെ, നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തോ. എന്നാൽ പ്രപ്പോസ് ചെയ്യുന്ന രീതിക്ക് ഒരു പ്രാധാന്യമുണ്ട്. അണ്ടർലൈൻ. അതൊക്കെ എങ്ങനെയാടാ? ഇപ്പൊ ഒരാളെ പ്രേമിക്കാൻ ഭയങ്കര ഈസിയാ, പക്ഷെ ആ കാര്യം പോയി പറയുന്നുണ്ടല്ലോ, ഭയങ്കര കഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് മറ്റൊരാളോട് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും ഐ ലവ് ഹർ എന്ന്. പക്ഷെ നമ്മൾ സ്നേഹിക്കുന്ന ആളുണ്ടല്ലോ, അയാളോട് നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. ഏയ്, ഈ റാമിന്റെ കൂടെ ഈ ആഞ്ജനേയനുള്ളപ്പോ നീ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിനക്ക് ഐഡിയ ഞാൻ പറഞ്ഞു തരും. എന്താടാ നീ ലവില് PhD ഒക്കെ എടുത്ത പോലെ സംസാരിക്കുന്നത്? ഏയ്, അതിന് PhD ഒന്നും വേണ്ടടാ. ഒരു ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടായാൽ മാത്രം മതി. നോക്ക്, സീതാ മാഡത്തിന് ഈ ഫാൻസി ഐഡിയാസ് ഒന്നും ഇഷ്ടാവില്ല. അതുകൊണ്ട് അയാൾ ഒരു പീസ്ഫുൾ ആയ സ്ഥലത്തേക്കൊന്നും നീ കൊണ്ടുപോകും. അവിടെ വെച്ച് നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നീ പറഞ്ഞു. ഈ മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യുന്ന പോലെ എല്ലാം അങ്ങ് ഒഴുക്കി വിട്ടേക്ക്. എടാ, ഞാൻ അവളെ ഇപ്പൊ എങ്ങോട്ടെങ്കിലും വിളിച്ചാല് എന്തിനാണ് എങ്ങോട്ടാണെന്നൊന്നും തിരക്കാതെ വരുന്ന ടൈപ്പേ അല്ല അവള്. അതും കറക്റ്റാ. അപ്പൊ എന്ത് ചെയ്യും? ഹേയ്, ഒരു കാര്യം ചെയ്യൂ. നിന്റെ മനസ്സിലുള്ളതെല്ലാം നീ റെക്കോർഡ് ചെയ്തിട്ട് ഒരു വോയിസ് മെസ്സേജ് അയക്ക്. അത് ഞാൻ അയക്കാം. പക്ഷെ ബൈ മിസ്റ്റേക്ക് അതങ്ങനെ സിഹി കേട്ടാലോ? ഓ, കറക്റ്റാ. അതിനും ചാൻസ് ഉണ്ട്. എന്നൊരു കാര്യം ചെയ്യേ,
ഒരു ലെറ്റർ അങ്ങ് എഴുത്, ഓൾഡ് സ്കൂൾ സ്റ്റൈലില്. എടാ, ആ ലെറ്റർ സീതയുടെ കൈ കിട്ടുന്നതിന് മുമ്പ് മുത്തശ്ശൻ തന്നിട്ടുള്ള 24 മണിക്കൂർ അതിന്റെ വഴിക്ക് പോവില്ലേ? ഓഫീസ് ഫയലിൽ വെച്ച് കൊടുക്കടാ നീ. ഹലോ, അങ്ങനെ എങ്ങാനും ചെയ്ത് ആരുടെങ്കിലും കൈ കിട്ടിയാലുണ്ടല്ലോ, ഓഫീസിലാണ് ഉള്ളതെന്ന് പോലും നോക്കാതെ അവളെന്നെ ചീത്ത പറയും, ഉറപ്പാ. അപ്പൊ എന്റെ മാനം കപ്പൽ കയറില്ലേ? ഇങ്ങനെ മണ്ടത്തരം വിളിച്ച് പറയാതാ. എന്നാ നീ ഒരു കാര്യം ചെയ്യടാ, നിങ്ങൾ മാത്രമുള്ളപ്പോ നീ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറ. എടാ അത് അയ്യോ, ഇതിന് എടാന്ന് വിളിക്കുന്നല്ലോ. ഒരു കാര്യം ചെയ്യേ, ക്ലീൻ ഷേവ് ചെയ്യേ. എന്താ? അതേടാ, നീ ക്ലീൻ ഷേവ് ചെയ്ത് കഴിഞ്ഞാ നിന്റെ മുഖം ഒന്നുകൂടെ നീ നീറ്റ് ആവും, നിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ നീറ്റായിട്ട് മനസ്സിലാവും. അപ്പൊ നീ സീതയോടൊന്നും പറയേണ്ട ആവശ്യം വരില്ല. സീതയ്ക്ക് നിന്റെ മുഖം കാണുമ്പോ തന്നെ നീ എന്താ പറയാൻ വരുന്നേന്ന് അയ്യാക്ക് നന്നായിട്ട് മനസ്സിലാവും. ശരിടാ, സീരിയസ് ആയിട്ട് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാൻ, ചെയ്യാൻ പറ്റുമോ? ബെസ്റ്റ് ഡയമണ്ട് മർച്ചന്റ് ഇൻ ദ സിറ്റി നിന്റെ ഫ്രണ്ടാണ്, അവന് വിളിച്ചാലോ? ഒരു നല്ല ഡയമണ്ട് റിംഗ് കൊണ്ടുവരും, അത് കൊടുത്ത് പ്രപ്പോസ് ചെയ്തേക്ക്. മുട്ടുകൂത്തി ഐ ലവ് യു എന്ന് നീ പറഞ്ഞാ സീത അങ്ങ് ഉരുകി 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 ഇല്ലാണ്ടാവും. ഹലോ, നീ നിന്റെ ഒരു തൊലിഞ്ഞ ഐഡിയ. എടാ, നീയല്ലേ പറഞ്ഞ സീതയ്ക്ക് ഫാൻസി ഐഡിയ ഒന്നും ഇഷ്ടമല്ലെന്ന്? അയ്യോ, ഞാനൊന്ന് ശരിക്കും ആലോചിക്കട്ടെ അവന്റെ ഓരോ ഐഡിയാസ്. ഏയ്, നിങ്ങൾ എന്തിനാ എന്റെ മുഖത്തോണ്ട് ഇവിടെ നിൽക്കണ? ബോസിന്റെ പുറകെ പോടാ ഒന്ന് വേഗം. ഓ, എന്താ അവസ്ഥയാ ഇത്? നമാമി ലളിതാം നിത്യം. എടി സുബലക്ഷ്മി, നല്ലൊരു മൂഡിലിങ് വന്നതാ. ഇവിടെ എത്തിയപ്പോഴാണെങ്കിലോ ഒരു വൃദ്ധാലയത്തിലേക്ക് കയറി വന്ന പോലെ. ഞാൻ ഈ ആംബിയൻസ് കുറച്ചൊന്ന് മാറ്റിക്കോട്ടെ. ഈ മന്ത്രങ്ങള്, ആ അലാറം, വൈറ്റമിൻ ഡി സ്പീച്ച്, ഇതൊക്കെ ഒന്ന് മാറ്റി തരുമോ? അയ്യോ, ദൈവനാമം ജപിച്ച മനസ്സിനൊരു ശാന്തി ലഭിക്കും. ശല്യാകുമെന്ന് കരുതിയില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടായോ? ആ, ഇല്ല ഇല്ല ഇല്ല, നീ കണ്ടിന്യൂ ചെയ്തോ. ഇന്ന് നിന്റെ ഫിലോസഫിയോ ഗുരുവിന്റെ സ്പീച്ചോ ഒന്നും കേൾക്കാനുള്ള മൂഡിലല്ല മോളെ ഞാൻ. ഇന്ന് ഞാൻ നല്ല റൊമാൻറ്റിക് മൂഡിലാ ഉള്ളത്. അവിടെ എത്തി. എന്താ അവിടെ എത്തി? അത് പെൺകുട്ടികളുടെ ബുദ്ധി കുറയുന്നതിന്റെ 3ാമത്തെ ലക്ഷണം നിങ്ങളിൽ പ്രകടമായി എന്നാ പറഞ്ഞത്. നീ ഇപ്പൊ കളിയാക്കിക്കോ. എത്ര കാലം നീ എന്നെ കളിയാക്കും? എന്റെ ആളെ പരിചയപ്പെടുത്തി തരാം, അപ്പൊ നിനക്ക് മനസ്സിലായിക്കോളും.